നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ആവേശമാണ്. ആർക്ക്? ആ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമുകളുടെ ആരാധകർക്ക് സ്വാഭാവികമായിട്ടും ആവേശം കൂടും. അല്ലാത്ത ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും 32 ടീമുകളുള്ള ബൃഹത്തായ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് വരുമ്പോൾ ആവേശമുണ്ട്. ഇല്ലാത്തവരുണ്ടാവില്ല. അങ്ങനെയാണ് ഫുട്ബോൾ പ്രേമികൾ. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഉദ്ഘാടന മത്സരം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. 15-ാം തീയതി പുലർച്ചെ എന്ന് പറഞ്ഞാൽ 14-ാം തീയതിയാണ് അവിടെ മത്സരം. ജൂൺ 14-നാണ് അൽ അഹ്ലിയും ഇന്റർ മയാമിയും തമ്മിൽ കളിക്കുന്നത് ഉദ്ഘാടന മത്സരം. അൽ അഹ്ലി എന്ന് പറഞ്ഞാൽ അൽ അഹ്ലി സൗദിയല്ല, ഇത് ഈജിപ്ഷ്യൻ ക്ലബ്ബാണ്. ജൂൺ 15 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ആ കളി. അന്ന് രാത്രി 9:30 ബയേൺ മ്യൂണിക്ക് കളിക്കാൻ ഇറങ്ങുന്നു ഓക്ലൻഡ് സിറ്റിക്കെതിരെ. അന്ന് രാത്രി 12:30 എന്ന് പറഞ്ഞാൽ ജൂൺ 16 പുലർച്ചെ 12:30 ഒരു തീപ്പൊരി കളിയുണ്ട് PSG-യും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ. അങ്ങനെ സൂപ്പർ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ നോക്കുകയാണ് 32 ടീമുകളിൽ ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ് നിലവിലെ സാഹചര്യത്തിൽ. goal.com ഏറ്റവും പുതിയ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 32-ാം സ്ഥാനത്ത് ഓക്ലൻഡ് സിറ്റിയാണ്. ഈ ഓക്ലൻഡ് സിറ്റി ന്യൂസിലാൻഡ് ക്ലബ്ബാണ്. ഇതിനു മുമ്പ് ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പേര് മാറ്റി ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പാക്കി എന്ന് മാത്രം. ഒരു തട്ടിക്കൂട്ടി ക്ലബ്ബ് വേൾഡ് കപ്പ്. ആ ഘട്ടത്തിലൊക്കെ ഏറ്റവും അധികം ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ള ടീമാണ്. എന്തായാലും 32 ടീമുകളുടെ ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് വരുമ്പോഴും അവരിതാ OFC ചാമ്പ്യൻസ് ലീഗിൽ ടൈറ്റിൽ നേടിക്കൊണ്ട് അവർ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. 32-ാം സ്ഥാനമാണ് നമ്മൾ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത്. വലിയൊരു മുന്നേറ്റം അവരുണ്ടാക്കുമെന്ന് അവരുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല. ഏതായാലും ഓക്ലൻഡ് സിറ്റി 32-ാം സ്ഥാനത്ത് വരുന്നു. ഓക്ലൻഡ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രൂപ്പ് സിയിലാണ്. ബയേണും ബെൻഫിക്കയും ബൊക്ക ജൂനിയേഴ്സും ഒക്കെയുള്ള ഗ്രൂപ്പിൽ നിന്ന് അവർ മുന്നോട്ട് പോവുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യമാണ്. 31-ാം സ്ഥാനത്ത് അലൈൻ FC ആണ്. UAE-യിൽ നിന്നുള്ള അലൈൻ FC. ഇപ്പോൾ ഈ കഴിഞ്ഞ AFC ചാമ്പ്യൻസ് ലീഗല്ല, അതിനു മുമ്പത്തെ AFC ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയ ടീമാണ് അലൈൻ FC. അലൈൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അലൈൻ ഉള്ളത് ഗ്രൂപ്പ് ജിയിലാണ്. യുവൻറ്റസും മാഞ്ചസ്റ്റർ സിറ്റിയും വെയ്ഡാഡ് AC-യും ഉള്ള ഗ്രൂപ്പാണത്. അലൈന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. അതുകൊണ്ട് തന്നെ 31-ാം സ്ഥാനത്താണ് അവരുള്ളത്. 30-ാം സ്ഥാനത്ത് ഉൽസാൻ HD ആണ്. സൗത്ത് കൊറിയൻ ക്ലബ്ബായിട്ടുള്ള ഉൽസാൻ HD ആണ്. AFC ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സിൽ ഒരു ടീമായിട്ട് ആണ് അവർ ഇതിലേക്ക് വരുന്നത്. ഏതായാലും ഉൽസാൻ HDക്കും വലിയൊരു പ്രതീക്ഷ ആരാധകർ വെക്കുന്നുണ്ടാവില്ല. കാരണം ബൊറൂസിയ ഡോട്ട്മുണ്ടും ഫ്ലുമിനൻസും മംലോദി സാൻഡൗൺസും ഉള്ള ഗ്രൂപ്പ് F'ലാണ് അവരുള്ളത്. കൂടുതൽ സാധ്യത എന്തായാലും ഡോട്ട്മുണ്ടിനും ഫ്ലുമിനൻസിനും തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത്. 29-ാം സ്ഥാനത്ത് LAFC ആണ്. ലോസ് ഏഞ്ചലസ് FC MLS ക്ലബ്ബായിട്ടുള്ള LAFC വരുന്നു. ഈ ക്ലബ്ബ് വരാനുള്ള കാരണം ഒരു മെക്സിക്കൻ ക്ലബിനെ ഫിഫ ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. പകരം വീണ്ടും ഒരു ക്വാളിഫിക്കേഷൻ പ്ലേ ഓഫ് ഒക്കെ നടത്തി. അതിൽ നിന്നാണ് LAFC ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും LAFCയെ സംബന്ധിച്ചിടത്തോളം ആരാധകർ വലിയ ഒരു പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല എന്നർത്ഥം. 28-ാം സ്ഥാനത്ത് വെയ്ഡാഡ് AC ആണ്. വെയ്ഡാഡ് AC എന്ന മൊറോക്കൻ ക്ലബ്ബ്. അവർ 2022 CAF ചാമ്പ്യൻസ് ലീഗ് 2-0 അൽ അഹ്ലിയെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയവരാണ്. മോശക്കാരല്ല. എന്തായാലും അവർ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. അധികം ഒരു സാധ്യത എന്തായാലും ആരാധകർ കൊടുക്കുന്നില്ല. 27-ാം സ്ഥാനത്ത് റെഡ് ബുൾ സാൽസ്ബർഗ് ആണ്. ഓസ്ട്രിയൻ ക്ലബ്ബായിട്ടുള്ള റെഡ് ബുൾ സാൽസ്ബർഗ് UEFAയുടെ റാങ്കിങ് പാത്വേയിലൂടെ കടന്നു വന്നിട്ടുള്ള ടീമാണ്. അവർക്ക് നമ്മൾ 27-ാം സ്ഥാനമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സാൽസ്ബർഗിൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ കാര്യത്തിലും ആരാധകർക്ക് സംശയങ്ങളുണ്ട്. മുന്നോട്ട് പോവുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. കാരണം റയൽ മാഡ്രിഡിൻ്റെ ഗ്രൂപ്പിലാണ് അവരുള്ളത്. പിന്നെ അൽ ഹിലാലുണ്ട്. അൽ ഹിലാൽ മികച്ച ടീം തന്നെയാണ്. ഒപ്പം പച്ചൂക്കയുണ്ട്. അവിടെ നിന്ന് എത്രത്തോളം അവർ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. 27-ാം സ്ഥാനത്താണ് RB സാൽസ്ബർഗ്. 26-ാം സ്ഥാനത്ത് മറ്റൊരു MLS ക്ലബ്ബാണ് വരുന്നത്. സിയാറ്റിൽ സൗണ്ടേഴ്സ് ആണ്. സിയാറ്റിൽ സൗണ്ടേഴ്സ് ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് എത്തിയിട്ടുള്ളത് കോൺകകാഫ് ചാമ്പ്യൻസ് ലീഗിലെ 2022 കിരീട നേട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. എന്തായാലും MLS നിന്ന് യോഗ്യത ഉറപ്പാക്കി വന്ന ടീമാണ് അവരുള്ളത്.
സോ അതിൻ്റെ കാരണം നമുക്കറിയാം. ഇപ്പോൾ ഇൻ്റർ മയാമി വന്നിട്ടുള്ളത് അങ്ങനെ ഈ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് നേടിയിട്ടല്ല. അവർ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ സ്ലോട്ട് ഹോസ്റ്റ് കൺട്രിക്ക് കൊടുത്തത് മുതലെടുത്തുകൊണ്ട് വന്നതാണ്. ഇതങ്ങനെയല്ല, ചാമ്പ്യൻസ് ലീഗ് തന്നെ കളിച്ച് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് തന്നെ കളിച്ച് വിജയിച്ചു വന്നതാണ് സിയാറ്റിൽ സൗണ്ടേഴ്സ്. ഏതായാലും അവർക്ക് അത്ര എളുപ്പമാവില്ല. അത്ലറ്റിക്കോ മാഡ്രിഡും PSG-യും ബൂട്ടഫാഗയുമുള്ള ഗ്രൂപ്പിലാണ്. മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. 25-ാം സ്ഥാനത്ത് ഉറാവ റെഡ് ഡയമണ്ട്സ് ആണ്. ജാപ്പാനീസ് ജെ ലീഗിൽ നിന്നുള്ള ക്ലബ്ബാണ്. എന്നാലും 2023 അവർ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4th സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഉറാവ റെഡ് ഡയമണ്ട്സ് ഇത്തവണ എത്ര ദൂരം മുന്നോട്ട് എന്നുള്ളത് കണ്ടറിയണം. കാരണം ഇൻ്റർ മിലാനും റിവർ പ്ലേറ്റും പിന്നെ റാമോസ് കളിക്കുന്ന മോണ്ടറിയും ഒക്കെയുള്ള ആ ഒരു ഗ്രൂപ്പിലാണ്, ഗ്രൂപ്പ് ഇയിലാണ് അവർ ഉൾപ്പെടുന്നത്. 24-ാം സ്ഥാനത്ത് ES ട്യൂണീസ് ആണ്. ട്യൂണീഷ്യൻ ക്ലബ്ബായിട്ടുള്ള ES ട്യൂണീസ് വരുന്നു. ES ട്യൂണീസ് വരുന്നത് ഗ്രൂപ്പ് ഡിയിലാണ്. ചെൽസിക്കും ഫ്ലമിംഗോക്കും ലിയോണിനുമൊപ്പമാണുള്ളത്. അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കുന്ന സ്ഥാനം 24 അടുത്തത് 23-ാം സ്ഥാനത്ത് മോണ്ടറി എന്തായാലും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. സെർജിയോ റാമോസിനെ അവർ കൊണ്ടുപോയത് തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനാണ്. സോ സെർജിയോ റാമോസിൻ്റെ മോണ്ടറിയാണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മൾ 23-ാം സ്ഥാനമാണ് മോണ്ടറിക്ക് കൊടുക്കുന്നത്. മോണ്ടറി എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് എതിരാളികളുടെ ശക്തി കൂടി നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. ഇൻ്റർ മിലാനുണ്ട്, പിന്നെ റിവർ പ്ലേറ്റ് ഉണ്ട്, അവരോടാണ് കളിക്കാനുള്ളത്. പിന്നെ മറ്റൊരു ടീമുള്ളത് ഉറാവ റെഡ് ഡയമണ്ട്സ് ആണ്. എങ്കിലും പൂർണ്ണമായും സാധ്യതയില്ല എന്നാരും പറയുന്നില്ല. ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് അവർ മുന്നോട്ട് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. 22-ാം സ്ഥാനത്ത് മമലോദി സൺഡൗൺസ് ആണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബാണ്. സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായിട്ടുള്ള മമലോദി സൺഡൗൺസ് വരുന്നത് CIF റാങ്കിങ് വഴിയാണ്. ഏതായാലും അത്ര ദൂരമൊന്നും അവർ മുന്നോട്ട് പോകുമെന്ന് അവർ തന്നെ കരുതുന്നുണ്ടാവില്ല. എങ്കിലും ഡോട്ട്മുണ്ടും ഫ്ലുമിനൻസും ഉൾസാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് Fൽ നിന്ന് മുന്നോട്ട് കടക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്ത് എന്തായാലും ഉണ്ടാകും. പച്ചൂക്കയാണ് 21-ാം സ്ഥാനത്ത്. മറ്റൊരു മെക്സിക്കൻ ക്ലബ്ബാണ് പച്ചൂക്ക. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ വിന്നേഴ്സ് ആയിക്കൊണ്ടാണ് അവർ വരുന്നത്. എന്തായാലും നല്ല ഒരു പോരാട്ടം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെ കരുതാം. 21-ാം സ്ഥാനത്താണ് ഇപ്പോൾ പച്ചൂക്ക വരുന്നത്. പക്ഷേ അൽ ഹിലാലും റയൽ മാഡ്രിഡും RB സാൽസ്ബർഗുമുള്ള ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കടക്കാൻ അവർ നന്നായിട്ട് പൊരുതേണ്ടി വരും. 20-ാം സ്ഥാനത്ത് ബോക്ക ജൂനിയേഴ്സ് വരുന്നു. ബോക്ക ജൂനിയേഴ്സ് അർജന്റീൻ ക്ലബ്ബായിട്ടുള്ള ബോക്ക ജൂനിയേഴ്സ് അവർ 2023 കോപ്പ ലിബർട്ടഡോറസിൻ്റെ ഫൈനൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2-1 പരാജയം അന്ന് ഫ്ലുമിനൻസിനോട് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കോൺമബോളിൻ്റെ 4-year റാങ്കിങ്സ് വഴിയാണ്, അതായത് റാങ്കിങ് പാത്വേയിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് വരുന്നത്. അർജന്റീൻ ജയൻസിന് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. ബൊക്ക ജൂനിയേഴ്സിന് ഒരുപാട് ആരാധകർ എന്തായാലും നമ്മുടെ നാട്ടിലടക്കമുണ്ട്. ഓക്ലാൻഡ് സിറ്റിയും ബയേണും ബെൻഫിക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് സിയിലാണ് ബൊക്ക ജൂനിയേഴ്സ് ഉള്ളത്. 19-ാം സ്ഥാനത്ത് ലിയോ മെസ്സിയുടെ ഇൻ്റർ മയാമിയാണ്. അവർക്ക് യോഗ്യത കിട്ടിയത് എങ്ങനെയാണ് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ MLS ഷീൽഡ് അടിച്ചതുകൊണ്ട് കിട്ടിയതാണ്. കാരണം ഫിഫ അതുവരെ എന്താണ് ഹോസ്റ്റ് കൺട്രിക്ക് കൊടുക്കുന്ന സ്ലോട്ട് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർ മയാമിയെ ഷീൽഡ് അടിച്ചപ്പോൾ അതങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും ഇൻ്റർ മയാമിയെയും ലയണൽ മെസ്സിയെയും വേൾഡ് കപ്പ് കളിപ്പിക്കുക എന്നുള്ളത് ഫിഫയുടെ ആവശ്യം കൂടിയാണ്. ഈവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ എത്തിക്കാൻ കഴിയുമോ എന്ന് പോലും ജിയാനി ഇൻഫാന്റിനോ ശ്രമിക്കുന്ന നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനൊരു ആവേശം വരേണ്ടതുണ്ട്. ഒരു വല്ലാത്ത മാർക്കറ്റിംഗ് ഒക്കെയാണ് അതിൻ്റെ പുറകിലുള്ളത്. എന്തായാലും ഇൻ്റർ മയാമി വരുന്നു. ഇൻ്റർ മയാമിയിൽ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ അടങ്ങുന്ന ഒരു ടീമുമായിട്ട് അവർ കളിക്കാൻ ഇറങ്ങുമ്പോൾ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ഗ്രൂപ്പ് എയിലാണ് ഇൻ്റർ മയാമി ഉള്ളത്. അൽ അഹ്ലിയും പാൽമറാസും FC പോർട്ടോയുമാണ് ആ ഗ്രൂപ്പിലുള്ളത്. ഇൻ്റർ മയാമിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഈജിപ്ഷ്യൻ ക്ലബ്ബായിട്ടുള്ള അൽ അഹ്ലിയാണ് 18-ാം സ്ഥാനത്ത്. നമ്മൾ പറഞ്ഞു അവർ ഗ്രൂപ്പ് എയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതായാലും CIF ചാമ്പ്യൻസ് ലീഗ് പലതവണ നേടിയിട്ടുള്ള ആഫ്രിക്കയിലെ കരുത്തരായ ടീമാണ് അൽ അഹ്ലി. അവർക്ക് നമ്മൾ 18-ാം സ്ഥാനം കൊടുക്കുന്നു. 17-ാം സ്ഥാനത്താണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫാഗോ വരുന്നത്. എന്നാലും ബ്രസീലിയറോ സീരിയയിലും അതുപോലെ തന്നെ കോപ്പ ലിബർട്ടഡോറസിലുമൊക്കെ കിരീടമൊക്കെ ചൂടി കരുത്ത് കാണിച്ചിട്ടുള്ള ടീമാണ്. അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. ഗ്രൂപ്പ് ബിയിലാണ് അവരുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കഠിന പരീക്ഷണമായി തീർന്നിരിക്കുന്നത്. കാരണം അവിടെ PSG ഉണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്. അവരോട് മുട്ടി ബൂട്ടഫാഗോ മുന്നോട്ട് പോകുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. 16-ാം സ്ഥാനത്താണ് അൽ ഹിലാൽ. സൗദി അറേബ്യൻ പ്രോ ലീഗ് ക്ലബ്ബായ അൽ ഹിലാൽ ഈ സീസണിൽ അത്ര വലിയ കിരീട നേട്ടങ്ങളിലേക്കൊന്നും പോയില്ലെങ്കിലും അതിനു മുമ്പൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. സോ അൽ ഹിലാലിന്
ഇത്തവണ പ്രതീക്ഷ കൽപ്പിക്കുന്നവരുണ്ട്. പച്ചൂക്കയും റയൽ മാഡ്രിഡും RB സാൽസ്ബർഗും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എച്ചിൽ നിന്ന് അവർ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 15-ാം സ്ഥാനത്താണ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലുമിനൻസ് ഉള്ളത്. ഫ്ലുമിനൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ കോപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ടതൊക്കെ ഫെർണാണ്ടോ ഡിനിസിൻ്റെ കീഴിലായിരുന്നു. ആ കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ നിന്ന് കാര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പ് എഫിലാണ് അവരുള്ളത്. ഡോട്ട്മുണ്ടും മെമലോദി സൺഡൗൺസും ഉൾസാൻ HD ഉള്ള ഗ്രൂപ്പാണ്. ഫ്ലുമിനൻസിന് മുന്നോട്ട് പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 15-ാം സ്ഥാനത്ത് വരുന്നത്. 14-ാം സ്ഥാനത്ത് പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള FC പോർട്ടോയാണ്. പോർട്ടോയെ സംബന്ധിച്ചിടത്തോളം റാങ്കിങ് പാത്വേയിലൂടെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. പോർട്ടോയുടെ മികവ് എന്താണ് എന്നുള്ളത് ചാമ്പ്യൻസ് ലീഗൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഗ്രൂപ്പ് എയിലാണ് അവരുള്ളത്. ഇന്റർ മയാമിയും പാൽമിറാസും അൽ അഹിലിയുമാണ് അവരുടെ എതിരാളികൾ ഗ്രൂപ്പിൽ വരുന്നത്. സോ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെ പോർട്ടോ വിശ്വസിക്കുന്നു. റിവർ പ്ലേറ്റ്, മറ്റൊരു അർജൻറ്റീൻ വമ്പന്മാരായിട്ടുള്ള റിവർ പ്ലേറ്റ് ആണ് 13-ാം സ്ഥാനത്ത് വരുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീന ക്ലബ്ബിൽ അവരുടേതായിട്ടുള്ള ടാലൻറ്റുകളുണ്ട്, മറ്റു താരങ്ങളുണ്ട്. സോ അവരെ വെച്ചുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ആരാധകരിപ്പോൾ ഉറ്റുനോക്കുന്നത്. റിവർ പ്ലേറ്റ് ഉള്ളത് ഇൻ്റർ മിലാനും മോൺട്രയും ഉറാവ റെഡ്സും ഉള്ള ഗ്രൂപ്പിലാണ്. മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കാം. 12-ാം സ്ഥാനത്ത് ബെൻഫിക്കയാണ്. ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ റാങ്കിങ് പാത്വേയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള ടീമാണ്. പോർച്ചുഗീസ് ക്ലബ്ബാണ്. അവരും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഓക്ലാൻഡ് സിറ്റിയും ബയൺ മ്യൂണിക്കും ബൊക്ക ജൂനിയേഴ്സും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് അവരുള്ളത്. 11-ാം സ്ഥാനത്ത് പാൽമിറാസ്. എസ്തവായോ വില്യൻ പാൽമിറാസ് വിട്ട് ചെൽസിയിലേക്ക് പോവുക ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ടാണ്. അദ്ദേഹത്തിൽ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്. സോ പാൽമിറാസിന് 11-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. അവർ ഉൾപ്പെട്ടിരിക്കുന്നത് ഗ്രൂപ്പ് എയിലാണ്. ഇന്റർ മയാമിക്കൊക്കെ ഒപ്പമാണ്. മുന്നോട്ട് പോകാൻ നല്ല സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. 10-ാം സ്ഥാനത്ത് യുവൻറ്റസ് ആണ്. യുവൻറ്റസിനെ സംബന്ധിച്ചിടത്തോളം പഴയ പ്രതാപമുണ്ടോ എന്നതൊരു ചോദ്യമാണ്. എന്നാൽ പോലും റാങ്കിങ് പാത്വേയിലൂടെ മുന്നോട്ട് വരുന്ന യുവൻറ്റസിന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അല്ലെങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയും വെയ്ഡാഡ് എസിയുമുള്ള ഗ്രൂപ്പ് ജിയിലാണ് അവരുള്ളത്. ഗ്രൂപ്പ് കടന്ന് അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഫ്ലെമിംഗോയാണ് അടുത്തത്, മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലെമിംഗോയെ സംബന്ധിച്ചിടത്തോളം അവർ കോപ്പ ലിബർട്ടഡോറസിൽ 2022 വിജയിച്ചിട്ടുണ്ട്. അതുവഴിയാണ് ഈ ഒരു യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. ഫ്ലെമിംഗോയിൽ വലിയ പ്രതീക്ഷ ബ്രസീലിയൻ ആരാധകർക്കുമുണ്ട്. ചെൽസിയും ES ട്യൂണീസും ഒക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ്, ഗ്രൂപ്പ് ഡിയിലാണ് അവരുള്ളത്. ഇന്റർ മിലാനാണ് 8-ാം സ്ഥാനത്ത്. ഈ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് സീസണിലുടനീളം ടീം നടത്തിയിട്ടുണ്ടായിരുന്നത്. ലൗതറോ മാർട്ടിനസിൻ്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പിലും ആ ഒരു മികവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിപ്പോൾ കാത്തിരിക്കുന്നത്. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം മോണ്ടറിയും റിവർ പ്ലേറ്റും ഉറാവ റെഡ്സുമുള്ള ഗ്രൂപ്പാണ്. അവിടെ നിന്ന് അവർ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. 7-ാം സ്ഥാനത്ത് ഡിയേഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് ആണ്. റാങ്കിങ് പാത്വേയിലൂടെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡ് വമ്പന്മാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന്, അതായത് PSG ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. PSG അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ അവിടെ ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെ കരുതുന്നു. അവിടെ ബുട്ടഫാഗയും സിയാറ്റിൽ സൗണ്ടേഴ്സുമാണ് മറ്റ് ക്ലബ്ബുകളായിട്ടുള്ളത്. ബൊറൂസിയ ഡോട്ട്മുണ്ടാണ് ഈ ഒരു പവർ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്ത് വരുന്നത്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലുമിനൻസും മെമലോദി സൺഡൗൺസും ഉൾസാനുമുള്ള ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എഫ് ആണ്. അവിടെ നിന്ന് അവർ മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. ബാക്കി എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയണം. 5-ാം സ്ഥാനത്താണ് ചെൽസി ഉള്ളത്. ചെൽസി 2021 ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് എന്ന രൂപത്തിലാണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയത്. എന്തായാലും അവരിൽ നിന്ന് മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റ് എതിരാളികൾ ഗ്രൂപ്പ് ഡിയിൽ ES ട്യൂണീസും ഫ്ലെമിംഗോയും ഒക്കെയാണുള്ളത്. സോ മുന്നോട്ട് പോകാൻ പറ്റും ചെൽസിക്ക് എന്ന് തന്നെയാണ് കരുതുന്നത്. 4-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. പോയ സീസൺ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പെപ്പിൻ്റെ ടീമിന് അത്ര മികച്ചതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ സീസണിലെ മറ്റു പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഒഴിവാക്കി നല്ല രൂപത്തിൽ തന്നെ സീസൺ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. പെപ്പിൻ്റെ സംഘത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക്
കാത്തിരുന്ന് കാണാം. എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ രൂപത്തിലുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അലൈനും യുവൻറ്റസും വെയ്ഡാഡ് എസിയുമുള്ള ഗ്രൂപ്പ് ജിയിലാണ് അവർ ഉൾപ്പെട്ടിട്ടുള്ളത്. 3-ാം സ്ഥാനത്താണ് ബയേൺ മ്യൂണിക്ക്. ബുണ്ടസ് ലീഗയിൽ അവർ മുത്തമിട്ടുകൊണ്ടാണ് വരുന്നത്. ഒടുവിൽ ഹാരി കെയ്ൻ ഒരു കിരീടവും ചൂടി. ഇനി ഇപ്പോൾ അടുത്ത കിരീടവും തൊട്ട് പിന്നാലെ വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. 3-ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക് വരുന്നത്. ഗ്രൂപ്പ് സിയിൽ ഓക്ലാൻഡ് സിറ്റിക്കും ബെൻഫിക്കയ്ക്കും ബൊക്ക ജൂനിയേഴ്സിനും ഒപ്പമാണ് അവരുള്ളത്. 2-ാം സ്ഥാനത്ത് കിരീട നേട്ടത്തിൽ കിരീട സാധ്യതയിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2ാമത്തെ ടീം റയൽ മാഡ്രിഡാണ്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവരെ കഴിഞ്ഞ സീസണിൽ വലച്ചെങ്കിലും ഇപ്പോൾ പുതിയ കോച്ച് സാബി അലോൺസോയുടെ കീഴിൽ അവർ കൂടുതൽ താരങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിന് വരുന്നത്. കിരീടം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു പോരാട്ടം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അൽ ഹിലാലും പച്ചുക്കയും RB സാൽസ്ബർഗും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എച്ചിൽ നിന്ന് അവർ മുന്നോട്ട് കടക്കുമെന്ന കാര്യമാണ്. ആ കാര്യം ഉറപ്പാണ് എന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഏതായാലും അവർക്ക് ഫൈനൽ വരെ എത്താനും കിരീടം ചൂടാനും ഒക്കെയുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. എത്രത്തോളം അത് സാധിക്കും കണ്ടറിയണം. എന്തായാലും കിരീട സാധ്യതയിൽ 2ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണെങ്കിൽ 1-ാം സ്ഥാനത്ത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ വിജയികളായ പാരീസ് സെൻ ജെർമനാണ്. ഡിസൈഡുവും അതുപോലെ ഒസ്മാൻ ഡംബലയും കിച്ച കഴസ്കേലിയും ഒക്കെ ചേരുമ്പോൾ അതിശക്തമായൊരു മുന്നേറ്റ നിരയുണ്ട്. അതുപോലെ തന്നെ മികച്ച ഡിഫൻസുമുണ്ട്. വിറ്റീഞ്ഞ നയിക്കുന്ന മധ്യനിരയുണ്ട്. എല്ലാം ചേരുന്ന ഒരു മികച്ച ടീമാണ് പാരീസ് സെൻ ജെർമൻ. അവർ ഇത്തവണ കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഗ്രൂപ്പ് ബിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനും ബൂട്ടഫാഗക്കും സിയാറ്റിൽ സൗണ്ടേഴ്സിനും ഒപ്പമാണ് അവരുള്ളത്. ആധിപത്യം പുലർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയി കിരീടത്തിലേക്ക് എത്തുമെന്നാണ് മിക്കവരും പ്രതീക്ഷിക്കുന്നത്. സോ PSCക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ റാങ്കിങ്ങിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.